നമസ്കാരം. ചൈനയെ ഇറാനെതിരെ തിരിച്ചുവിട്ട് ട്രംപ്. ഇറാൻ ഇനി ആയുധം നൽകില്ല എന്ന് ചൈന. ഇറാൻ ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുവാൻ ഷീ ജിൻപിങ് സമ്മതിച്ചതായിട്ട് ട്രംപ് പറയുന്നു. നുണയാണോ എന്നെനിക്കറിയില്ല കേട്ടോ. ചൈനയെ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പരിഹാരവുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിനി മുതൽ സ്ഥിരമായിട്ട് തുറന്നിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് എത്തുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് നടത്തിയ രഹസ്യ ചർച്ചകൾ വിജയിച്ചതായിട്ട് വെളിപ്പെടുത്തുന്നു. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിനിടയിലാണ് ഈ നാടകീയമായിട്ടുള്ള നീക്കമെന്ന് പറയുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്നു കൊടുക്കുന്നത് ചൈനയ്ക്കും ലോകത്തിനും വേണ്ടിയാണ് എന്ന് ട്രംപ് പറയുകയാണ്. ഇവിടെ ഇറാന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുവാൻ ഷീ ജിൻപിങ് സമ്മതിച്ചതായിട്ടും വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ, അതായത് ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ, അല്ലെങ്കിൽ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഷീ ജിൻപിങ് തന്നെ വാനോളം പുകഴ്ത്തുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതോടെ ആഗോളതലത്തിൽ എണ്ണ വില കുറയുമെന്നൊക്കെയുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഇറാനുമായിട്ടുള്ള 5 ആഴ്ചത്തെ യുദ്ധത്തിനിടെ ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിട്ടുള്ള ചൈന US താവളങ്ങളെ ആക്രമിക്കുവാൻ ഇറാനെ സഹായിച്ചു അല്ലെങ്കിൽ സഹായിച്ചിരുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ പുതിയ ധാരണയോടെ ചൈന ഇറാനെ കൈവിട്ടതായിട്ടുള്ള സൂചനകൾ വരുന്നു. ഇറാനെ ചർച്ചാമേശയിലേക്ക് തിരികെ എത്തിക്കുന്നതിനായിട്ട് കടുത്ത നാവിക ഉപരോധമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6 എണ്ണക്കപ്പലുകളെ US സൈന്യം തടയുകയും ഈ സാഹചര്യത്തിൽ ഷീ ജിൻപിങ്ങുമായിട്ടുള്ള അമേരിക്ക ചർച്ചകൾക്ക് അതിന് പിന്നാലെ കടലിടുക്ക് തുറന്നു കൊടുക്കുവാൻ ട്രംപ് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുവാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ചൈന സ്വാഗതം ചെയ്യുന്നുണ്ട്. അപകടകരവും ഉത്തരവാദിത്തമില്ലാത്തതുമാണ് ഈ യുദ്ധം എന്ന് വിമർശിച്ച ഷീ ജിൻപിങ് പുതിയ ധാരണയോടുകൂടി നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിനെതിരെ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപും ഷീ ജിൻപിങ്ങും ചേർന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ട്രംപിന്റെ വാദഗതികളാണ്. അതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇവിടെ മെയ് പകുതിയോടെ ബെയ്ജിങ്ങിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇരു നേതാക്കളും തമ്മിൽ വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച നടത്തും. മേഖലയിലേക്ക് ഏകദേശം 6000 സൈനികരെ കൂടി അയക്കുവാൻ പെന്റഗൺ തയ്യാറെടുക്കുന്നുണ്ട്. USSന്റെ ജോർജ് W. ബുഷ് ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് നീങ്ങുകയാണ്. സമാധാന ചർച്ചകൾ അടുക്കുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോഴും ഇവിടെ സൈനികമായിട്ടുള്ള കരുതൽ അല്ലെങ്കിൽ കരുത്ത് അത് പ്രകടിപ്പിക്കുവാനാണ് ഇപ്പോൾ അമേരിക്കയുടെ ശ്രമം. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും ട്രംപ് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് മോദി ട്രംപിനെ അറിയിക്കുകയും ചെയ്തു. മോദിയുടെ നിലപാടും ട്രംപിന്റെ ഈ പുതിയ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലും ലബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് കൂടി തുറന്നത് ലോക വിപണിയിൽ എണ്ണവില കുറയാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു. ഇറാന്റെ പക്കലുള്ള സ്ഫോടക സജ്ജമായിട്ടുള്ള ബോട്ടുകളും ഡ്രോണുകളും കടലിടുക്കിലെ ഗതാഗതത്തിന് ഭീഷണിയാണ് എങ്കിലും US സൈന്യം സുരക്ഷ ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ഈ പറയുന്ന പോലെ പോരാട്ടത്തിൽ അതിശക്തരാണ് എന്നും എന്നാൽ യുദ്ധത്തെക്കാൾ നല്ലത് ബുദ്ധിപൂർവ്വമുള്ള ചർച്ചകളാണ് എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ മേൽ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി അവരെ പൂർണ്ണമായിട്ടും കീഴടക്കുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ സഹകരണം അത് ഇല്ലാതാക്കി, ഇറാനുമായിട്ടുള്ള സഹകരണത്തെ ഇല്ലാതാക്കി പകരം ചൈനയുമായിട്ടുള്ള സഹകരണം അമേരിക്കയ്ക്ക് വേണ്ടി ഉറപ്പാക്കിക്കൊണ്ട് ഇറാന്റെ ഏക പിടിവള്ളിയെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചൈനയെ ഇറാനെതിരെ തിരിച്ചുകൊണ്ട് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനകത്ത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നറിയില്ല. കാരണം ഇദ്ദേഹം വരും നുണയനാണ്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് മേഖലയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമേഷ്യയിൽ ട്രംപ് നടത്തുന്ന ഈ മിന്നൽ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്ന 10ാമത്തെ വലിയ യുദ്ധത്തിന് അറുതി വരുത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചൈനയെ ഇറാനെതിരെ തിരിക്കുവാൻ ട്രംപിന് കഴിഞ്ഞു. ഇറാന് ഇനി ആയുധം നൽകില്ലെന്ന് ചൈന പറയുകയും ചെയ്തു. പക്ഷേ ഇവർ ആയുധം നൽകിയില്ലെങ്കിലും ഇറാനെതിരെ ഈ പറയുന്ന പോലെ ട്രംപിനോടൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്താനാണ് ചൈന ശ്രമിക്കുന്നത് എങ്കിലും തിരിച്ചടി ഭയാനകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇറാന്റെ കയ്യിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് 2 രാജ്യങ്ങൾക്കുമായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല.